ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ക്രീം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. വലിയ വില കൊടുത്തിട്ടൊന്നും നിങ്ങൾ സ്കിൻ വൈറ്റനിങ് ക്രീമൊന്നും വാങ്ങി തേക്കേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് തന്നെ തയ്യാറാക്കുന്ന ക്രീമുകൾ കൊണ്ട് തന്നെ നമ്മുടെ മുഖം നല്ല നിറവും തിളക്കവും വരാനും സഹായിക്കുന്നു. മാത്രമല്ല നമുക്ക് എന്താ പറയുക, നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും മുഖത്ത് വരുമോ എന്നുള്ള പേടിയും വേണ്ട. അതായത് നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് അലർജി ഉണ്ടാക്കാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ ഇത് മുഖത്ത് തേക്കാം. അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ ആവശ്യാനുസരണം തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ഞാനിത് ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും വേണ്ട. അതായത് നമുക്കൊരു 3-4 ടേബിൾ സ്പൂണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കിട്ടണം. അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ചെറിയ ബീട്രൂട്ടെല്ലാം നിങ്ങളെടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അതിനുശേഷം ഇതിങ്ങനെ ചിരകി എടുത്തത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ നീര് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങളടുത്ത് ഇങ്ങനെ ചിരകി എടുക്കുന്ന പോലത്തെ സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധിക പേരുടെ വീട്ടിലും ചെടിയിൽ ആയിട്ട് അലോവേര ജെല്ല് ഉണ്ടാവും, അത് യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ല് തന്നെ ഉപയോഗിക്കണം. വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്താൽ ഇത് കേട് വന്നു. നമുക്കിത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ല് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഇനി ബീട്രൂട്ട് ജ്യൂസ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി അലോവേര ജെൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എത്രത്തോളം നമ്മൾ അലോവേര ജെൽ ഇടുന്നോ അത്രത്തോളം നമുക്ക് ക്രീമിൻ്റെ കട്ടി കൂടി കിട്ടും. അധികം ഓവറായിട്ടുള്ള കട്ടിയൊന്നും വേണ്ട. ഞാൻ ഈ പറഞ്ഞ അളവിന് തന്നെ നിങ്ങൾ എടുത്താൽ മതി. ഒരു 4 ടേബിൾ സ്പൂണ് ബീട്രൂട്ട് ജ്യൂസിന് ഒരു 2 വലിയ ടേബിൾ സ്പൂണ് അലോവേര ജെല്ലെടുത്താൽ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത്, അതായത് അലോവേരയും നമ്മുടെ ബീട്രൂട്ട് ജ്യൂസും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1-2 നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളെല്ലാം വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടുന്ന സാധനമാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ അത് അവൈലബിൾ ആണ്. ഇത് ഞാനിത് വീഡിയോയിൽ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ അഫോർഡബിൾ ആയിട്ട് പ്രൈസിൽ ഏത് കമ്പനീൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഇട്ട് മിക്സ് ചെയ്തപ്പോൾ ക്രീം റെഡി ആയി കേട്ടോ. ഇനി നല്ല എയർ ടൈറ്റുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമുക്കിത് ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഫ്രിഡ്ജ് വീട്ടിലുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് ഷെൽഫ് ലൈഫ് ഒരു 5 ദിവസം എല്ലാം പുറത്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കുക. ഇതാദ്യം നിങ്ങളൊരു 5 ദിവസത്തിന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇത് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ക്രീം നിങ്ങൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ മുഖത്ത് ഇതേപോലെ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ക്രീം എങ്ങനെയാണ് തേക്കുക അതുപോലെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. കഴുകിക്കളിയൊന്നും ചെയ്യേണ്ട കേട്ടോ. പിറ്റേന്ന് രാവിലെ വരെ അത് നിങ്ങൾ ഫേസിലേക്ക് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ഡെയിലി നിങ്ങളിത് ചെയ്യുക. ബാക്കി വന്നത് ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഒരു കിടിലൻ റിസൾട്ട് കിട്ടുന്ന ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ